ഹായ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. അപ്പോൾ ഇത് കണ്ടോ, മാങ്ങയാണ്. ഇത് ഏകദേശം 1 കിലോ 1.5 കിലോ ഒക്കെ മേലെയുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഇവിടെ പള്ളി പെരുന്നാളായിരുന്നു, നമ്മുടെ കടുമേനി പള്ളിയിലെ പെരുന്നാളായിരുന്നു. അപ്പം ഇന്നലെ വന്ന മാങ്ങയാണ്. നമുക്ക് ഇതുവരെ മാങ്ങ ഇവിടെ കിട്ടിയിട്ടില്ല. പിന്നെ മാങ്ങ മാവേലൊക്കെ ഉണ്ടാവും. അന്നേരം ഇതിപ്പോൾ നമുക്ക് കൊതി പെട്ടെന്ന് കണ്ടപ്പോഴേ 50 രൂപയ്ക്ക് ഞാൻ മേടിച്ചു. പിന്നെ ഞാൻ അറിയാതെ അമ്മയും മേടിച്ചു. അപ്പോൾ അങ്ങനെ സംഭവിച്ചാണ്. അപ്പോൾ ഇത് നമുക്ക് അച്ചാറിടണം. അച്ചാറിടാൻ വേണ്ടി ഉള്ള പാകമാണ്. അപ്പോൾ അമ്മയ്ക്ക് അച്ചാർ ഉണ്ടാക്കാനൊന്നും വലിയ ഇതില്ല. അപ്പോൾ ഞാൻ തന്നെ ആണ് ഇതിപ്പോൾ മുറിച്ച് ഇനിയിപ്പോൾ നമുക്ക് എൻ്റെ പാകത്തിലൊക്കെ ഇത് കണ്ടിക്കണം. പിന്നെ ഇതിങ്ങനെ കണ്ടിക്കുമ്പോൾ പുളിയും ഇതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഇതൊക്കെ വലിപ്പം ഇതൊക്കെ നമുക്ക് എന്താ പറയുക, വളരെ കുഞ്ഞാക്കണം. പക്ഷേ ഇതിൻ്റെ തൊണ്ട് ഒരു കാരണം വെച്ചാലും കളയാൻ പാടില്ല. വലിപ്പം വേണം വളരെ ചെറുതാക്കി നമുക്കിത് മുറുക്കാം, കുറച്ച് വലുതാക്കി മുറുക്കാം. പിന്നെ ഇതിൻ്റെ തൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ തൊണ്ടോട് കൂടെ തന്നെ അച്ചാറിടും. പിന്നെ തുടച്ച് വെച്ചാണ് വെള്ളമൊക്കെ കളഞ്ഞ് ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴേ വേറൊരു സംഭവം കാണിക്കാൻ വേണ്ടി ഇതിലൊരു പോള് മാങ്ങ, ഉപ്പ് ഇതൊക്കെ കൂട്ടി. എനിക്ക് ഇപ്പാണ് പല്ലിന് വലിയ ഇതില്ലാത്തതുകൊണ്ടേ അങ്ങനെ തിന്നാൻ പറ്റൂല. അല്ലെങ്കിൽ ഇതിപ്പോൾ കറുമുറ ഇപ്പോൾ ഒത്തിരി തിന്നുന്ന സമയം കണ്ട ഒത്തിരി തിന്നത്തില്ല. പണ്ട് നമുക്ക് ഇതുപോലെയൊക്കെ നമ്മൾ പൂളിയിട്ട് ഇതുപോലെ എടുക്കും, എന്നിട്ട് ഉപ്പിലിട്ടിട്ട് തിന്നും, ഇങ്ങനെ കടിച്ച് തിന്നും, മുളക് പൊടി കൂട്ടി തിന്നും. അതൊക്കെ ഒരു കാലം. ഇപ്പം അതിനക്കാർക്കാ സമയമല്ലേ. ഇപ്പം ഇങ്ങനെ പൂളി അച്ചാറിട്ടിട്ട് ഒത്തിരി ആയി. നമുക്കിപ്പോൾ ഓരോ കൊല്ലമായിട്ട് നമ്മൾ ഒരുപാട് ഇട്ടിങ്ങനെ വെച്ചാലും അത് പൂത്തു പോകും. അതെന്താണെന്നറിയില്ല, നമ്മൾ ഇടുന്നതിൻ്റെ മിസ്റ്റേക്കാണോ. നമ്മൾ പിന്നെ അച്ചാർ പൊടിയിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്. അച്ചാർ പൊടി, പിന്നെ വെളുത്തുള്ളി, കടുകൊക്കെ പൊട്ടിച്ച് അങ്ങനെ ചൂടുവെള്ളം ചേർത്ത് അങ്ങനെ വെക്കും. ഇതിപ്പോൾ ഒത്തിരി ഉണ്ട്. ഇതിപ്പം പെട്ടെന്ന് പിന്നെ ഇത് കിട്ടിയ വേറെ കുഴപ്പമുണ്ട്. കറി കൂട്ടുന്ന പോലെയാണ് നമ്മൾ ഈ മാങ്ങ അച്ചാർ കൂട്ടുന്നത്. കറി കൂട്ടുന്ന പോലെ കൂട്ടും, പെട്ടെന്ന് തീരും. അച്ചാർ ഇട്ട് വെച്ചാലുള്ള കുഴപ്പം പെട്ടെന്ന് തീർക്കും. അതാണ്, പിന്നെ അത് ഉണ്ടാവില്ല. ഇതെല്ലാം കൂടെ മുറിച്ച് കഴിയുമ്പോഴേ ഇതുണ്ടോ, ഈ പാത്രത്തിന് അരഭാഗമാവും. ഇത്രയും മാങ്ങ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ആക്കിയിട്ട് അച്ചാർ ഇടുന്നത് കാണിക്കാൻ എനിക്ക് പറ്റുമെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുള്ളത് ഞാനിത് കാണിച്ചു തരാം. എങ്ങനെ ഞാൻ പിന്നെ എങ്ങനെ ഇട്ടാന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഞങ്ങൾ ഇടാറില്ല ഇവിടെ. പിന്നെ അമ്മ